മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. യുവരാജ് മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. കേട്ടല്ലോ, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും, മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം, മനസ്സിലായോ? താനല്ല ഇവിടെ കേരളത്തിലെ ബിജെപിക്ക് ശരി. ഇവിടെ ബിജെപിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്താണ്? ശ്രീധരൻപിള്ള പറയുന്നത് പോലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട് ബിജെപിയോട്. അത് മതേതര കേരളത്തിന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് ഈ പാർലമെന്ററി രംഗത്തേക്ക് ഒന്നും കയറ്റിവിടാത്തത്. ഇപ്പൊ ഇവർ ഘോഷിക്കുന്ന സുരേഷ് ഗോപിയുടെ വിജയം പോലും ആത്മാർത്ഥമായി രാഷ്ട്രീയ വിജയമാണ് എന്ന് ബിജെപി സ്വയമേവ കരുതുന്നില്ല. ഓ രാജഗോപാലിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിരന്തര തോൽവിയുടെ അവസാനം ഉണ്ടാകുന്ന ഒരു സഹതാപം. ഇതാണ് രാജഗോപാലിന്റെ കാര്യത്തിലായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിലായാലും എല്ലാം ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അങ്ങനെ വൈകാരിക തലം അതിനുണ്ട് എന്ന വിലയിരുത്തലാണ് എല്ലാവർക്കും ഉള്ളത്. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഈ LDF-ന്റെ തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷ